ഇതൊരു കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള മുന്നേറ്റമാണ് നമ്മളെ മുന്നേറ്റം. ഈ കൂടെ നമ്മൾ ഒട്ടി നിൽക്കണം, ഒറ്റപ്പെട്ടു പോകരുത്. ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കും. ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എവിടെയും ഒറ്റപ്പെടാൻ പാടില്ല. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അതാണ്. റഹ്മാനായ റബ്ബ് നല്ല മാതൃകാപരമായ മുന്നേറ്റം ഈ ഉറൂസ് മുബാറക്കിൽ കൂടി ഈ തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് മാർഗങ്ങൾ തേടണം. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഇപ്പോൾ നമ്മൾ പണ്ഡിതന്മാരോട് കണക്ഷൻ ഉണ്ടാകാനാണ് ആലിമീങ്ങൾ കോളേജിൽ പോയി സനത് വാങ്ങും. ഈ സനത് എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാരോട് എന്ത് ചെയ്യണം, ഒരു സിൽസില നമുക്ക് വേണം. എൻ്റെ സനത് എൻ്റെ ഉസ്താദ് ബഹറുലും ഓക്കെ ഉസ്താദാ, അത് മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. ഒരു സംശയത്തിന് അവകാശമില്ലാത്ത ഒരു വഴിയാണത്. അവിടുന്ന് പറഞ്ഞു വേലൂര് പോകണം. ഞാൻ വേലൂര് പോയി. അങ്ങനെയാണ് ബാക്കിയാത്തിൽ നിന്ന് ഞാൻ സനത് വാങ്ങി പുറത്തു വന്നത്. ഞാൻ ബാക്കവിയായി. അങ്ങനെ അവിടെ ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ലക്ഷ്യം അതാണ്. സനത് വാങ്ങി ഇത് ദീനി ദഅവത്ത് നടത്താൻ, ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അംഗീകാരമുള്ള പണ്ഡിതന്മാരെ വേർത്തെടുക്കലാണ്. അപ്പൊ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അഹ്ലുബൈത്തായിട്ടുള്ളൊരു ബന്ധം നമുക്കിവിടെ വേറെ നടക്കുന്നുണ്ട്. ഇവരെ നമ്മൾ മഹബത്ത് വെക്കുക, അഹ്ലുബൈത്തിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പ്രിയം വെക്കുക, അവരെ നമ്മൾ സ്നേഹിക്കുക. അങ്ങനെയാണ്. അവരെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ വലിയ പൗര അല്ലാഹു നമുക്ക് തരും. അതിലൊരു സംശയം വേണ്ട. മരിക്കുമ്പോൾ ഈമാൻ കിട്ടും. ഒരു പിശാചും നമ്മളെ രാജ്യത്തേക്ക് ഇറങ്ങി വരൂല. അങ്ങനെയൊക്കെയുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിലേക്കുള്ള മാർഗം നിങ്ങൾ തേടൂ. പിന്നെ നാലാമതായി പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നല്ല ജിഹാദുകൾ നടത്തണം. എന്തുകൊണ്ട്? നമുക്കൊക്കെ 3-4 ശത്രുക്കളുണ്ട്. ഏതാ 3-4 ശത്രുക്കൾ? ശത്രുവിനെ ഞാൻ പറയാം. ഒന്ന് നമ്മളെ നെഫ്സ്, സ്വന്തം നെഫ്സ് നമ്മളെ ശത്രുവാണ്. സ്വന്തം നെഫ്സ് നമ്മളെ ശത്രുവാണ്. ഒരു മനുഷ്യന്റെ ആത്മാവ് അവനെ നന്നാവാൻ അനുവദിക്കൂല. അവനെ വൃത്തികേടിലേക്ക് മാത്രം നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്കൊരു നന്മക്ക് വേണ്ടി ഇവിടെ ഉറക്കൊഴിച്ചിരിക്കാൻ വലിയ പാടാ. ഒരു തിന്മ ഇവിടെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എത്ര ഉറക്കൊഴിച്ചിരിക്കൽ ഭയങ്കര രസീകരണം. അങ്ങനെയാണ്. അല്ലാഹു തആല പിശാചിനോട് സമരം ചെയ്ത് വിജയിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഒന്ന് നമ്മളെ നെഫ്സ്, 2 ഈ നെഫ്സിൽ കുടിയിറക്കപ്പെട്ട ശൈത്താൻ. ഈ നെഫ്സിൽ കുടിയിറക്കപ്പെട്ട ശൈത്താൻ, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കുടിയിറക്കപ്പെട്ട ശൈത്താനുണ്ട്. ഈ ശൈത്താൻ ഉമ്മാന്റെ ഗർഭത്തിൽ നിന്ന് തന്നെ ആരെ കൂടെ ഉണ്ട്? നമ്മളെ കൂടെ. അതുകൊണ്ടാണ് പ്രസവിച്ച് വീഴുമ്പോൾ എന്ത് കൊടുക്കണം? ആദ്യം വാങ്ക് കൊടുക്കണം, പിന്നെ എന്ത് കൊടുക്കണം? ഒരു വാങ്കിൽ എത്ര അല്ലുണ്ട്? ഒരു വാങ്കിൽ എത്ര അല്ലുണ്ട്? എണ്ണി നോക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു വാങ്കിൽ 11 അല്ലുണ്ട്. എത്ര അല്ലുണ്ട്? 11 അല്ലാഹുണ്ട്. ഈ 11 അല്ലാഹ് എന്നുള്ള കലിമത്ത് നമ്മൾ കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 അയ്യായിലില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇല്ലേ? 10 ആയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രണ്ട്? 11 ഉണ്ട്. ഇഖാമത്തിൽ 7 ഉണ്ട്. ഇഖാമത്തിൽ എന്തുണ്ട്? 7 ഉണ്ട്. ഒരു 18 അള്ളാനെ നമ്മൾ കേൾപ്പിക്കണം പ്രസവിച്ച കുട്ടിക്ക്. ഇതൊന്നും കേൾപ്പിക്കാനുള്ള മാർഗമില്ല. അപ്പൊ കുട്ടികളൊക്കെ ഇന്ന് പൈശാചികമാണ്. ഇന്ന് കുട്ടികളൊക്കെ പിശാചിന്റെ കെണിയിലാണ് ലോകത്ത്. അങ്ങനെയാണല്ലോ. പൈശാചികമായ കെണിവലയിലാണ് ഇന്ന് പിശാച് മനുഷ്യന്മാരകപ്പെട്ടിട്ടുള്ളത്. നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ അതിലാണുള്ളത്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞു കൊടുത്ത് ആദ്യം പറഞ്ഞ അടയാളം എന്താ? അന്തലിതല്ലമത്തു റബ്ബതഹ. അല്ലേ? പ്രസവിച്ചു വീണ കുട്ടി ഉമ്മാൻ എന്ത് ചെയ്യും? അടിമയാക്കും. പ്രസവിക്കപ്പെട്ട മകൾ എന്ത് ചെയ്യും? ഒരു പ്രസവിച്ച പെൺകുട്ടി ഉമ്മാൻ എന്താക്കും? നേരെ അർത്ഥാതാ. ഒരു പ്രസവിക്കപ്പെട്ട പെൺകുട്ടി പ്രസവിച്ച ഉമ്മാൻ എന്താക്കും? അടിമയാക്കി വെക്കും. ഉമ്മയും ബാപ്പയും ഇന്ന് വീട്ടിൽ അടിമകളാണ്. അല്ലേ?
അടിമകൾ എന്ന് പറഞ്ഞാൽ പാപ്പാന്റെ കൗത്ത് കയറിട്ട് ഇങ്ങനെ മുൻകോലായിട്ട് നടക്കൊന്നും വേണ്ട. അതൊന്നുമല്ല. അടിമകൾ അറിയുന്ന അർത്ഥം എന്താ? ഞാൻ ഇപ്പോൾ ഒരു കാര്യപ്പെട്ട ഒരു മുതലാളിയുടെ വരിയിൽ പള്ളിയും മദ്രസയും വലിയ മുത്തവല്ലി അയാളുടെ പേരിൽ കല്യാണത്തിന് എന്നപ്പോ സുബ്ഹാനല്ലാഹ് അങ്ങേ പുറത്തുണ്ട് ആണും പെണ്ണും ഒക്കെ കൂടി അന്യവരൊക്കെ കൂടി ഒരു കൂത്താട്ടം നടക്കണം, ഗാനമേള നടക്കണം. അപ്പോൾ ഞാൻ ആചാര്യ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ആറാമ കൂടാൻ ഞങ്ങൾ ഇന്നെ വിളിച്ചത് ചോദിച്ചു. അതിൽ അയാൾ തലയിൽ കയ്യച്ച് കണ്ട് കണ്ണിന്ന് വെള്ളം ഏൽപ്പിച്ചാണ് പറഞ്ഞു, മക്കൾ പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ എന്താ കാട്ടുവസ്ഥാത്. അപ്പൊ ആ ആചാര്യ ആരടിമയാണ് ആ വീട്ടില്. ഇന്ന് അങ്ങനെയാണ് മിക്ക വീട്ടിലും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇന്ന് ആമക്കും പെമ്മക്കും അടിമപ്പെട്ടുകൊണ്ട് നിന്റെ നാട്ടിലൊന്ന് പെണ്ണെട്ടാൻ പ്രായമായ ആൺകുട്ടിയാൾക്ക് പെണ്ണില്ല. ഇവിടെ എന്താ അറിയില്ല ആ ബുദ്ധിമുട്ട്. ഇവിടെ ഉണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. പെണ്ണെട്ടാൻ പ്രായമായ ആൺകുട്ടിയാക്കിട്ടില്ല, പെണ്ണില്ല, എവിടെയും പെണ്ണില്ല. ഇപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടം. ഞാൻ ദുബായി ചെന്നപ്പോൾ ഒരാളിനോട് പറഞ്ഞു, എൻ്റെ 2 ആൺകുട്ടികൾക്ക് കല്യാണം ശരിയാണ്, ഒന്ന് 25 വയസ്സ്, ഒന്ന് 27 വയസ്സ്. അത് ദ്വാരക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പെൺകുട്ടിയില്ലേ? ഉണ്ട്. എത്ര വയസ്സായി? 22 വയസ്സായി. ഓളെ കെട്ടിച്ച? ഇല്ല. ഓളെന്തേ? ഓള് പഠിക്കുക. ആ, നിങ്ങളെ മക്കളെ പഠിക്കാൻ അയച്ചപ്പോൾ നിങ്ങളെ മക്കൾക്കുള്ള പെൺമക്കളും പഠിക്കുക തന്നെയാണ് വിചാരിച്ചാൽ മതി. അള്ള വലിയ ഹക്കീമാണ്, അള്ള വലിയ തന്ത്രജ്ഞനാണ്. ഇതൊരു പാർട്ടിയിൽ മാത്രം വരൂല. എന്റെ മോളെ എനിക്ക് 25 വയസ്സാവോളം പഠിച്ചാനയക്ക്, കെട്ടിച്ചൊന്നും വേണ്ട. പിന്നെ എൻ്റെ ആമക്കൊക്കെ ഇത് ശരിയാവോ? ശരിയാവൂല. ഇതാ ഇവിടുത്തെ പ്രശ്നം. 18 വയസ്സായ പെൺകുട്ടിനെ കെട്ടിക്കാൻ ഒരുങ്ങിയാല് കുട്ടി പറയും, എന്നെ കെട്ടിക്കണ്ട, ഞാൻ പഠിക്കാണ്. ഓ ബാപ്പാക്ക് എന്തോ ഒരു തൃപ്തി അറിയോ, ഓൾ പഠിക്കുകയാണേലോ. ഓ വലിയ അത്ഭുതമായിട്ട് പറയും, ഓള് പഠിക്കുകയാണേലോ. അതാ വാപ്പ പറയേണ്ടത്, മോളെ 18 വയസ്സമായ നിന്നെ പഠിപ്പിക്കാൻ അയക്കുക എന്നുള്ളത് എനിക്ക് ഫർളുമില്ല, സുന്നത്തുമില്ല. നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഹുക്കുമാണെങ്കിൽ ശരീഅത്തിൽ എന്തിനും ഒരു ഹുക്കുമുണ്ട്. 18 വയസ്സായ നിന്നെ ഭൗതികമായി പഠിക്കാൻ അയക്കുക എന്നുള്ളത് എനിക്ക് ഫർളുമില്ല, സുന്നത്തുമില്ല. പിന്നെ ഹലാൽ തന്നെ ആകണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഒക്കണം. ആ മാനദണ്ഡം ഒപ്പിക്കണ പഠനപ്പുണ്ട്. വാഫിയും അതുപോലെ തന്നെ ഹാദിയും, ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. നമ്മളെ പണ്ഡിതന്മാർ സിലബസ് കൊടുത്തിട്ട് ആ കയ്യൊറട്ട്, കാലൊറട്ട്, മുഖമൂടി ധരിച്ച് അങ്ങനെ പെണ്ണുങ്ങൾക്ക് പഠനം നടക്കുന്നുണ്ട്. അത് ഹലാലാക്കാനുള്ള മാർഗമാണ്. അങ്ങനെയാണ്. അപ്പോഴേ ഹലാലാവൂല. അല്ലാത്ത പോക്ക് ഹറാമാണ്. ഹറാമിൽ നിന്ന് ഒഴിവാവൂല. അപ്പൊ ഒരു വാപ്പ പറയേണ്ടത്, നിന്നെ പഠിപ്പിക്കൽ എനിക്ക് ഫർളുമില്ല, സുന്നത്തുമില്ല. എനിക്ക് ഫർള് അതിനെ എന്നെ കെട്ടിക്കല്ല, ഞാൻ എന്നെ കെട്ടിക്കും. തുറന്ന് പറയണം വാപ്പ. ഇത് പറയാനുള്ള വോയിസ് ഇല്ലേ? ആ പെണ്ണിന്റെ അടിമയാണ് വാപ്പ. ആ പെണ്ണിന്റെ അടിമയാണ് വാപ്പ. ഇതാ റസൂലുള്ള പറഞ്ഞത്, ലോകാവസാനം വരുമ്പോ സർവ്വ വീടുകളിലും ഉമ്മയും ബാപ്പയും അടിമകളെ പോലെ കഴിയേണ്ടി വരും മക്കളുടെ. ആയില്ലേ? ഞാൻ ഒരു ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എത്ര ഉദാഹരണമാണ് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ. ഇന്ന് മക്കളുടെ അടിമകളാണ് വീടുകളിൽ. മക്കൾക്കാണ് ഭരണം. ബാപ്പാക്കും ഉമ്മാക്കും ഒരു വയസ്സുമില്ല, ഒന്നും പറയാൻ പറ്റൂല. ഒരു മരുവാളെ കെട്ടിക്കൊടുന്നാല് മരുവാന്റെ ഉമ്മാക്ക് ഒന്നും പറയാൻ പറ്റൂല. അപ്പോ പ്രശ്നമാണ്. ഈ തലയിൽ എല്ലാം പോലെ മുണ്ടിട് എന്ന് പറഞ്ഞാൽ ഒറ്റ പറച്ചിൽ അറിഞ്ഞാൽ മതി. തള്ളക്കേ ഞാൻ മുണ്ടിട്ടത് പോരപ്പോ. അങ്ങനൊക്കെയാണ് ഇപ്പൊ പറയാ. പ്രിയമുള്ളവരെ, ഈ ഒരു ഹലാക്ക് ഇതിലേറെ ഗൗരവത്തിൽ ഇനിയും വരാൻ പോവാണ്. നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങൾ കഠിനമായ സമരം നടത്തേണ്ടി വരും. അള്ളാന്റെ വഴി ഇവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടി വരും, മുജാഹദ നടത്തേണ്ടി വരും. കാര്യം മനുഷ്യന്റെ നഫ്സ് ശത്രു. ആ മനുഷ്യന്റെ മനസ്സിൽ കുടിയിറക്കപ്പെട്ടത് പിശാച്. ഈ പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് സർവ മനുഷ്യന്മാരും വലബിനും ശഹവത്തിനും വിധേയരായി ഈ ലോകത്തെ പൈശാചികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അവർ നന്നാവാനാണ് വയത് പറയുന്നത്, ഈ നസീഹത്ത് നടത്തുന്നത്. നമ്മളെ കൽവിൽ കുടിയിറക്കപ്പെട്ട വലബും ശഹവത്തും വികാരങ്ങളും അതുപോലെ തന്നെ ദേഷ്യപ്പെടാനുള്ള കഴിവും, ഇത് രണ്ടും പിശാച് സ്വാധീനിച്ചു. ഇത് രണ്ട് സ്റ്റേജിലും പിശാച് കയറിയിരുന്നു.
എന്നിട്ട് മനുഷ്യനെ വൃത്തികെട്ടവനാക്കി. എല്ലാ ശഹവത്തുകളും എല്ലാ പൂതികളും ഇച്ഛകളും ആണിനും പെണ്ണിനും നടപ്പാക്കാൻ യാതൊരു ഹയാവുമില്ല, ദീനിന്റെ നിയമമില്ല, ഇന്ന് മസ്അലകളില്ല. മസ്അലക്കൊക്കെ എന്ത് സ്ഥാനമുള്ളത്? ഇതൊക്കെ ഇപ്പൊ വയല് അറിഞ്ഞാല് നിങ്ങൾ ഇനി അടുത്തോ അല്ല നിന്നെ വയലറിയാൻ വിളിച്ചോളന്നില്ല. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ വിളിച്ചോളൊന്നുമില്ല, അങ്ങനെ അഭിപ്രായവും ഇല്ല. എന്നാലും നിങ്ങൾ ഞാൻ വന്ന സ്ഥിതിക്കൊന്ന് പറയട്ടെ, അർഹമുറാഹിമീനായ റബ്ബേ. പക്ഷെ ഇവിടെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന നാടാ, അതുകൊണ്ട് പറഞ്ഞ അനുസരണം ഉണ്ടാവുന്ന ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് നല്ല ആലോചിച്ചോ, മക്കൾ നമ്മളെ നരകത്തിലേക്ക് തുടട്ട് വലിക്കാണ് പോ. അങ്ങനെ കല്യാണങ്ങളായില്ലേ? ഇപ്പൊ ഓഡിറ്റോറിയത്തിലാ കല്യാണം. എന്താ അവിടുത്തെ സ്ഥിതി? എന്താ അവിടുത്തെ അവസ്ഥ? തനി പിശാച്ചല്ലേ, പൈശാചികതല്ലേ നടക്കുന്നത്? ഇതിനെതിര് പറയാൻ പേർക്കാരന് പറ്റുമോ? ബാപ്പാക്ക് പറ്റുമോ? ഒന്നുമില്ല, പറയണം. പറയാനുള്ള അവിടെയാണ് അതിനാണ് ഷജായത്ത് അറിയാം. അല്ല ഷജായത്ത് പറഞ്ഞാൽ റൗഡി കുത്തും കുത്തി കൊമ്പം വീശും വെച്ച് അരിയിലൊരു കത്തി വെക്കലല്ല ഷജായത്ത്. അത് റൗഡീസ് എന്നറിയാം. ഷജായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ വസ്തുത പഠിച്ചത് ആരെ മുമ്പിലും പറയാൻ കഴിയണം. അതാണ് ഷജായത്ത്. അത് അള്ളാഹു നമുക്കൊക്കെ നൽകി തരട്ടെ. അതുകൊണ്ട് അഹ്ലുബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നാട് നന്നാവണം, നാട്ടുകാർ നന്നാവണം. നമ്മളൊന്നും വീടുകളിൽ അത്ര, നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മയും ബാപ്പയാണ് രാജാക്കന്മാർ. അങ്ങനെയാണ്. ഞാനിവിടെ പരുത്തിക്കോട്, നാടിൻ്റെ അടുത്ത് തന്നെ, ഇവിടുന്ന് പരുത്തിക്കോട് പറഞ്ഞ സ്ഥലം അറിയാം. 10 കൊല്ലം ദർശ നടത്തിയാണ് പരുത്തിക്കോട്ടുകാരൻ. അത് ഇരിക്കണം അവിടെ ഒരു മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. 10 കൊല്ലം ദർശ നടത്തിയാണ്. എല്ലാ ശനിയാഴ്ചയും ഞാൻ രാവിലെ ദർശന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. എന്തുകൊണ്ട്? ഇറങ്ങി എൻ്റെ അമ്മ പറയാ അപ്പൊ തന്നെ പോണടാ വെച്ചു. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും. ഉമ്മാൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കൊണ്ടു കൊടുത്താൽ അറിയും. അപ്പോൾ ചായ ഇട്ടും അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ ഒന്നാണ്ടിറങ്ങും ഒന്നിറങ്ങും. അപ്പം ഉമ്മ ചോദിച്ചു, ഇനി ഇങ്ങനെ കാത്തിക്കണ്ട, ഇപ്പൊ ഇക്കോ. അപ്പൊ സന്തോഷമായി. ഈ സമ്മതപ്രകാരം പോന്നീന്നുള്ളൂ. ആ മതപ്രകാരേ പോന്നിട്ടുള്ളൂ. മരിക്കോളം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു പൗര അല്ല നമ്മളെ ജീവിതത്തിൽ തരും ചെയ്യും. അതിലൊരു സംശയമൊന്നുമില്ല. ഇവിടെ വലിയ വലിയ മഹാന്മാരൊക്കെ മഹാന്മാരായത് ഉമ്മാരും പാപ്പാരും തോണ്ടാണ്. നബിമാമായത് ഓസുല്ലാതമായത് ഉമ്മാന്റെ തോണ്ടാണ്. അള്ളാഹു ഞങ്ങളെ ഉമ്മാരും പാപ്പാരും രാജാക്കന്മാരെ പോലെ കൊണ്ടുനടക്കാൻ തൗഫീക്ക് നൽകണം. അല്ല വീട്ടിൽ നിന്ന് ഏത് വീട്ടിലാ അടിമത്തം, തനി അടിമത്തം. പാപ്പാക്കും ബാപ്പായും മൂലൊക്കെ കെടുക്കണ്, ഉമ്മൊരു മൂലൊക്കെ കെടുക്കണ് എന്നല്ലാതെ മക്കൾക്ക് എന്താ അങ്ങനത്തെ ഒരു നെലിയും വിലയും? യാതൊരു നെലിയും വിലയില്ല. അള്ളാഹു ജി കാത്തു രക്ഷിക്കണം റഹ്മാനെ. അതുകൊണ്ട് തന്നെ നമുക്ക് വിപത്തുകൾ വരാൻ തുടങ്ങി, ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ വരാൻ തുടങ്ങി, ഹറാമുകൾ കയറിക്കൂടാൻ തുടങ്ങി, വീട്ടിലൊക്കെ അനാശസ്യങ്ങൾ വരാൻ തുടങ്ങി. പലതിൻ്റെ ആളുകളായി മാറിപ്പോ മനുഷ്യന്മാര് മാറണം. നമ്മളെ കുട്ടികൾ അങ്ങനെ ആകാൻ പാടില്ല. 7 വയസ്സായാൽ കൽപ്പിക്കണം, 10 വയസ്സായാൽ അടി കൊടുക്കണം, ശിക്ഷ കൊടുക്കണം. അപ്പോഴേ നമ്മളെ മക്കൾ നന്നാവുള്ളൂ. അത് ശരീരത്തിൽ നിയമമാണ്. അത് ചെയ്തോളണം. അത് ചെയ്ത് വെറുതെ അടിച്ചാൽ കാര്യമുണ്ടെങ്കിൽ അടിച്ചണം, അല്ലെങ്കിൽ അടിച്ചരുത്. വെറുതെ അടിക്കാൻ പാടില്ല കുട്ടികളെ. ഇങ്ങനെ എല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ജിഹാദ് നടത്തും, മുജാഹദ നടത്തും. ഈ മുജാഹദക്ക് പഴയ കാലത്ത് ഇവിടെ ഭൗതികമായ ജിഹാദ് നടത്തിയ മഹാനാണ് മമ്പുറത്തെ പാപ്പ. അന്ന് ചേറൂർ ശുഹദാക്കൾക്ക് ആത്മീയമായ നേതൃത്വം കൊടുത്തത് ആരാണ്? മമ്പുറത്തവരാണ് കൊടുത്തത്, കുത്തുബുസ്സമാൻ. അപ്പൊ കുത്തുബുസ്സമാനെ പോലുള്ള മഹത്തുക്കളുടെ ഒരു ഇടപെടൽ നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. അതിനാണ് ഈ അഹ്ലുബൈത്തിനെ നമ്മൾ സിയാറത്ത് ചെയ്യും, അവർക്ക് നമ്മൾ നേർച്ച വെക്കും, അവരെ ഉറൂസ് നമ്മൾ നടത്തും, അവരെ പേരിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യും, ഭക്ഷണം നമ്മൾ ഉണ്ടാക്കും, ഭക്ഷണം നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ അഹ്ലുബൈത്തുമായി അഭേദ്യമായ ബന്ധം ലഭിക്കാൻ വേണ്ടിയാണ്. ഈ മുജാഹദ നമ്മൾ ശരിക്കും കൃത്യമാക്കണം. ഈ ജിഹാദ് നമുക്ക് വേണം, അതിന് വസീല വേണം. എന്നിട്ട് നമ്മളെ ലക്ഷ്യം ഈമാനും തഖ്വയും. ഈമാൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഇതാണ് വിഷയം.
ഇതിലേക്കുള്ള മാർഗ അവലംബം ഉസ്താദുമാർ വേണം, ഇങ്ങനെയുള്ള ആത്മീയമായ നേതൃത്വങ്ങൾ വേണം. അവിടൊക്കെ പിശാചി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്വാസാക്കും. ഇന്നിപ്പോ വസീല തേടാൻ പോകുമ്പോ കള്ളത്തൊരീക്കത്തും പലയാതി വിഷയങ്ങളും പ്രത്യക്ഷപ്പെടുന്ന കാലാണ്. അപ്പൊ അവിടൊക്കെ പിശാചിനെ അറിയാൻ, പൈശാചികത മനസ്സിലാക്കാൻ നല്ല തോക്ക്, നല്ല വിവരമുള്ള ആലിമീങ്ങൾ നമ്മളെ കൂടെ വേണം. എന്നിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചാവണം നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ബഹുമാനികളെ, അപ്പോ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും അല്ലാഹു തരും. ഇതാണ് ഈ ആയത്തിന്റെ ഒരു ചെറിയ പൊരുൾ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ പൊരുളനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ജീവിതം ധന്യമാക്കലാണ് മഹത്തായ ഈ ഉറൂസ് മുബാറക്കിന്റെ അതിൽ നടക്കുന്ന ഈ വയല് പരമ്പരയുടെ ലക്ഷ്യം. അതാണ്. നല്ല പഠിക്കണം, കൃത്യമായി പഠിപ്പിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയാൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് പറഞ്ഞ കാരണം ഫശറഫുൽ ഇൻസാനി വഫദലുഹു, മനുഷ്യന് വലിയ ഷറഫും ഫദലും ഉണ്ട്. ഇത് കിട്ടണമെങ്കിൽ ബിസ്തിദാദിഹി, അവൻ തയ്യാറെടുക്കൽ കൊണ്ടാണ്. ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് അറിയാൻ മഅരിഫത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് മനുഷ്യന് വലിയ ഷറഫും ഫദലും ഉണ്ടാകുക. അപ്പൊ ഉത്തമ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ഉന്നത ഷറഫും ഫദലുമുള്ള വിഭാഗമായി ഈ ലോകത്ത് കൊണ്ടുവരപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യന്റെ ഷറഫും ഫദലും അള്ളാഹു കൊടുക്കണമെങ്കിൽ ഈ മനുഷ്യൻ എന്തിന് തയ്യാറെടുക്കണം? എന്റെ റബ്ബ് ആരാണെന്ന് അറിയാൻ തയ്യാറെടുപ്പ് നടത്തണം. സാലിമാവ് പഠിപ്പിച്ചതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് കൃത്യമായി അറിയാൻ പഠിക്കാൻ സന്നദ്ധരാവണം. അപ്പൊ ഇസ്തിദാദ് എങ്ങനെ? തയ്യാറെടുപ്പ് എങ്ങനെ? മഅരിഫത്ത് കിട്ടണമെങ്കിൽ തയ്യാറെടുപ്പ് എങ്ങനെ? ഇതിൽ ഒന്നാമതായി മനുഷ്യന് വേണ്ടത് ഇൽമു പഠിക്കണം. ഇൽമു വേണം. നമ്മളൊക്കെ കുട്ടികളെ ഇൽമു പഠിപ്പിക്കണം, ശറഈയായ ഇൽമു പഠിപ്പിക്കണം. ഇത് വളരെ നിർബന്ധം. അതിന്റെ തർത്തീബ് അങ്ങനെ. ഇസ്തിദാദിൽ തയ്യാറെടുപ്പിൽ ഒന്നാമത്തെ മാർഗം എന്താ? ഇൽമു പഠിപ്പിക്കുക, ആലിമാക്കി മാറ്റുക. മക്കളൊക്കെ ഇൽമിൽ നിന്ന് അകറ്റരുത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. 2, ഇൽമു പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും തഖർറുബ് ആവണം ലക്ഷ്യം. തഖർറുബ് പറഞ്ഞാൽ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കണം. വേറെ എൻ്റെ കുട്ടി വലിയ ശമ്പളം വാങ്ങണം, എൻ്റെ കുട്ടി വലിയ ആലിമായിട്ട് അവിടെ വലിയ ഖത്തീബാകണം, ഈ വക പേരും പെരുമിയൊന്നല്ല, പൊറിച്ച് തഖർറുബ്. എൻ്റെ കുട്ടി ആലിമാകൽ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആലിമാകൽ കൊണ്ട് എനിക്ക് അള്ളാന്റെ അടുക്കൽ സ്ഥാനം വേണം. ഇതിനാണ് തഖർറുബ് എന്ന് പറയാ. 2 ഇതിനെന്ത് പറയാ? അള്ളാന്റെ സാമീപ്യം നേടൽ. ഇത് രണ്ടുമുള്ള പഠനത്തിനാണ് മനസ്സലക്ക എന്ന് പറയാ. അപ്പോഴേ സുലൂക്കാവും. ആദ്യം സാലിക്കാവണം, പിന്നെ സൈറുമാണ്, സഞ്ചാരം വേണം, എന്നിട്ടാണ് ഉസൂല് എത്തിച്ചേരൽ, എന്നിട്ടാണ് വിഷയത്തിൽ നമ്മൾ എത്തിച്ചേരൽ. അപ്പൊ റബ്ബിന്റെ മഅരിഫത്തിലേക്കുള്ള ഉസൂല് എത്തിച്ചേരണമെങ്കിൽ ആദ്യം സുലൂക്ക് പ്രവേശിക്കണം. സലക്ക സുലൂക്കാകണമെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞാൽ പോരാ, അള്ളാന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ഇൽമു പഠിക്കണം, പഠിപ്പിക്കണം. അപ്പൊ 2 സംഗതി, പഠനം, അതോടൊപ്പം എന്ത് ലക്ഷ്യം വെക്കണം? അള്ളാന്റെ പൊരുത്തം ലക്ഷ്യം വെക്കണം. 2. മൂന്നാമതായി വേണ്ടത് പഠിച്ച ഇൽമു കൊണ്ട് അമല് ചെയ്യണം. ഇമാം ഇഹ്യയിൽ പഠിപ്പിക്കുന്നു. മൂന്നാമതായി വേണ്ടത് അമല് ചെയ്യണം, അമലാവണം. ശരിക്ക് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. ശരഈ വിരുദ്ധമാണ്, തെറ്റാണെന്ന് പറഞ്ഞത് ചെയ്യരുത്. വസ്ത്രത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ചെയ്യരുത്. ഭക്ഷണം കഴിക്കുന്നവർക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനവധി തെറ്റുകുറ്റങ്ങൾ കലരാൻ സാധ്യതയുള്ള മനുഷ്യൻ ആ കലർപ്പിൽ നിന്ന് മാറി ജീവിക്കണം. തെറ്റ് ചെയ്യരുത്, ആമിലാവണം. 3